ഹലോ എവ്രി വൺ, വെൽക്കം ടു അൺബോക്സ്. ഞാൻ അയക്കുന്ന കുറച്ച് സാധനം മേടിച്ചായിരുന്നു. സോ ഇപ്പോൾ വന്നേ ഉള്ളൂ, ജസ്റ്റ് ഡെലിവേർഡ്. ഇപ്പോൾ വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ എടുക്കാം. എന്തൊക്കെ ഇതിനകത്തുണ്ടെന്ന് കുറേ ഏറെക്കുറെ ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ കൊച്ച് ഇത് തുറക്കാം. വളരെ വല്ലാത്ത മണം. ഓക്കെ, ദിസ് ഈസ് ഫേസ് വാഷ്. ഇത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി ഫേസ് വാഷ്. ഇതെൻ്റെ ഫേവറേറ്റ് ഫേസ് വാഷ്. എപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നത്. ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഇത് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഫേസ് നല്ലതായിട്ട് ക്ലിയർ ആവും. ഈ കഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പോയി ഇച്ചിരി വെളുത്തിരിക്കും, നല്ലൊരു വെളുപ്പ് വരും. എനിക്കതുകൊണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ദിസ് ഈസ് ഗുഡ് ഫോർ ഓയിലി സ്കിൻ. സോ അത് കഴിഞ്ഞ് അതൊരു പ്രൊഡക്റ്റാണ്. എന്താ നെക്സ്റ്റ് ഈ വലുത്. ഇത് ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ, കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇതിനകത്ത് ഒത്തിരി സാധനമുണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട് ആക്ച്വലി. ഈ പ്രൊഡക്ട്സ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഗിഫ്റ്റ് ചെയ്തതാണ്. വേറെ ആരും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? എനിക്ക് സ്കിൻ കെയർ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്രാന്താണ് സ്കിൻ കെയർ ഈസ് ഈക്വൽ ടു സെൽഫ് കെയർ. അതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇച്ചിരി ഓവറാണ്. പക്ഷെ വീട്ടിൽ ഇരിക്കുന്ന നമ്മളൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മൾ കെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഞാൻ സ്കിൻ കെയർ ചെയ്യും കേട്ടോ. എനിക്ക് സ്കിൻ കെയർ ചെയ്യാതെ പറ്റത്തില്ല. കാരണം എൻ്റെ ഫേസ് കണ്ടോ എന്ത് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ നല്ലപോലെ സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് എനിക്കതിൻ്റെ അറിയാനും ഉണ്ട് ആക്ച്വലി. ഞാൻ വേണമെങ്കിൽ സ്കിൻ കെയറിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ. പക്ഷേ നോക്കിയേ, സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്ത് ആക്ച്വലി ഹോർമോൺസിൻ്റെ കാരണം ഉണ്ടായിട്ടുള്ളൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അത് ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇതിനകത്ത് അത്ര ക്ലിയർ അല്ല. പക്ഷേ എൻ്റെ ഫേസിൽ എൻ്റെ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എനിക്ക് ഡേറ്റ്സ് ആവുന്ന സമയത്ത് പിമ്പിൾസ് ഒത്തിരി വരുമായിരുന്നു. പക്ഷേ ഈ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തപ്പം പിമ്പിൾസ് അവിടെ ഇവിടെയും കുറച്ച് പിമ്പിൾസ് വരുന്നതല്ലാതെ എനിക്ക് ഒത്തിരി പിമ്പിൾസ് ഒന്നും ഇപ്പോൾ വരാറില്ല. അതുപോലെ ഞാൻ ബേക്കറി എണ്ണ പലഹാരങ്ങൾ അതുപോലെ സ്വീറ്റ്സ് കഴിക്കുന്നുണ്ട്, പക്ഷെ ഒത്തിരി ഇല്ല കേട്ടോ. അങ്ങനെ കുറേയൊക്കെ ഞാൻ കുറച്ചപ്പം എൻ്റെ സ്കിന്നും ക്ലിയർ ആവാൻ തുടങ്ങി, പ്ലസ് സ്കിൻ കെയറും ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും. സോ എവിടെയാണ് പൊട്ടിക്കുന്നത്? ഇത് ഭയങ്കര പാടാണ് പൊട്ടിക്കാനായിട്ട്. ഇവരിങ്ങനെ ടേപ്പ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, പൊട്ടിച്ചു എന്ന് പറയാം. യു വാന സീ ഗൈസ്, ഇത് കവറാണ്. കവറിനകത്ത് ഇത്രയും പ്രൊഡക്ട്സ്. എനിക്ക് ഈ കോസ്മെറ്റിക് പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ എനിക്ക് പ്രാന്താണ്. ഞാൻ ഒത്തിരി വാങ്ങിച്ചു കൂട്ടും, പക്ഷെ ഉപയോഗിക്കും കേട്ടോ. ഞാനതെല്ലാം ഒരു മാസം കൊണ്ട് ഓരോ പ്രൊഡക്ട്സും ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ എല്ലാം നോക്കും. ഞാൻ എന്ത് പ്രൊഡക്ട്സ് വാങ്ങിച്ചാലും വാങ്ങിക്കുന്നതിന് മുമ്പ് ഞാൻ ഫുൾ റിവ്യൂസ് നോക്കും. ഒത്തിരി പേരുടെ റിവ്യൂസ് കാണാൻ പറ്റുമായിരിക്കുമല്ലോ. ഞാൻ ഒത്തിരി റിവ്യൂസ് നോക്കും. അതിന് ശേഷം മാത്രമേ ഞാൻ ഈ പ്രൊഡക്ട്സ് എല്ലാം വാങ്ങിക്കാറുള്ളൂ. അതുമല്ല എൻ്റെ ഒത്തിരി നാളുകൊണ്ട് ഉപയോഗിച്ച് എൻ്റെ പ്രൊഡക്ട്സൊക്കെ ഓൾമോസ്റ്റ് തീർന്നു പോയി. അപ്പോൾ ഞാനിത് പിന്നീട് വാങ്ങിച്ചതാണ്. സോ ഓരോന്നായിട്ട് എടുക്കാം. നമുക്കിത് തുറക്കാം ഫസ്റ്റ്. ഓക്കെ, ഇത് ബയോളജിൻ്റെ കളർ ലാസ്റ്റ് ഷാമ്പു ആണ്. കളേർഡ് ഹെയറിന് ഉപയോഗിക്കുന്ന ഷാമ്പു ആണ്. ആക്ച്വലി ഇതിന് മുന്നേ ഞാൻ ബയോളജിൻ്റെ കണ്ടീഷണർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, സത്യം പറയുള്ളൂ, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ സാധാരണ ഞാൻ കണ്ടീഷണറും ഷാമ്പു ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും മുടി ഭയങ്കരമായിട്ട് ഫ്രിസ്സാവുമായിരുന്നു. ഫ്രിസിനെസ്സാവും, ഭയങ്കര ഡ്രൈ ആവും. പക്ഷേ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടീഷണർ വാങ്ങിച്ചതാണ്. പക്ഷേ അടിപൊളി സാധനം. അത് ചെയ്ത് കഴിയുമ്പം മുടിയിൽ നിന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പം ചില കണ്ടീഷണറൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പോകും. നമുക്ക് തൊടുമ്പോഴേ ആ റഫ്നെസ് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ബയോളജിൻ്റെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട്
ആ ഒരു ഒരു സോഫ്റ്റ് സിൽക്കി ടെക്സ്ചർ നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യാൻ പറ്റും. മുടി കഴുകി കഴിഞ്ഞ് പുറത്ത് വന്ന് ഉണങ്ങിയാലും ആ ഒരു ഇത് തന്നെ. അതുപോലെ തന്നെ ബയോളജിൻ്റെ ഞാനൊരു സെറം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും അടിപൊളി. അപ്പോൾ എനിക്കത് രണ്ടും ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെങ്കിൽ പിന്നെ ഷാമ്പു അവരുടെ തന്നെ മേടിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഷാമ്പു മേടിച്ചതാണ്. സോ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ റിവ്യൂ വീഡിയോ ഇടാം. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ വന്നത്, ഓക്കെ, ഇത് ഞാൻ റെനയുടെ കോൾ പെൻസിൽ മേടിച്ചതാണ്. റെനയുടെ ആക്ച്വലി അത് കുറച്ച് റിവ്യൂസൊക്കെ നല്ലതായിരുന്നു. എനിക്ക് ആക്ച്വലി സ്മച്ച് പ്രൂഫ്, ഞാൻ കാജൽ അങ്ങനെ എഴുതാറില്ല, പക്ഷെ അത്യാവശ്യം എവിടെയെങ്കിലും പോകണമെങ്കിൽ സെൽഫ് യൂസിന് ഞാൻ ലാക്മേയുടെ ആയിരുന്നു ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് സ്മജ്ജാവും, എനിക്ക് ഭയങ്കരമായിട്ട് സ്മജ്ജാവും. ഞാൻ ആകെ താഴെ എഴുതത്തുള്ളൂ. അപ്പം സ്മച്ച് പ്രൂഫ്, വാട്ടർ പ്രൂഫ് ഒരു കാജൽ എനിക്ക് വേണമായിരുന്നു. അപ്പം ഞാൻ കുറേ തപ്പിയപ്പോഴാണ് റെനയുടെ കിട്ടി. ഓ, ഇതിൻ്റെ കൂടെ ഷാർപ്നറും ഉണ്ട് കേട്ടോ, ഷാർപ്നറും ഉണ്ട്. വാവ്, നല്ല രസമുണ്ട് കേട്ടോ, സിൽവർ, നൈസ്. ഇത് ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇതെങ്ങനെ ഷാർപ്പ് ചെയ്യൂടാ? ഓക്കെ, ശരിയാണല്ലോ. ഇതെങ്ങനെ ഷാർപ്പ് ചെയ്യുന്നത്? ഇത് ആക്ച്വലി മെറ്റൽ പോലത്തെ, ഇതിങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഞാൻ തോന്നുന്നു കേട്ടോ, ആയിരിക്കും, അറിയത്തില്ല. ഇതിങ്ങനത്തെ കേട്ടോ, അയ്യോ നൈസ്, നല്ല ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് കളർ പോലെ, നല്ല ഡാർക്ക് കളർ. ഇതിനെയും പടരുമോ നോക്കട്ടെ. വാട്ടർ പ്രൂഫ് എന്നാണ് പറഞ്ഞത്, പക്ഷേ ഓക്കെ, ഇത് ഞാനിപ്പോൾ ഉടനെ എഴുതിയത് കൊണ്ട് ചെയ്യുമ്പോൾ പടരുന്നുണ്ട്, പക്ഷെ നല്ല ബ്ലാക്ക്. എടാ, പടരുന്നില്ല. നമ്മൾ ഇത് കയ്യിലിട്ടിട്ട് ഒരു 5 സെക്കൻഡ് നിന്നിട്ട്, അടിപൊളി, എനിക്കിഷ്ടപ്പെട്ട്. റെനയുടെ ഇതിനി സത്യം ഞാൻ കള്ളം പറയല്ല കേട്ടോ, സത്യമായിട്ട് ആ പ്രഷർ വെച്ചിട്ട്, കയ്യിലെ പ്രഷർ വെച്ചിട്ട് ഞാൻ തുളച്ചിട്ട് പോകുന്നില്ല. എൻ്റെ കൈ വിയർക്കാറുണ്ട്, എൻ്റെ വിയർക്കുന്ന കൈ, അപ്പോൾ ചെറിയ വെള്ളമയവും ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും പോകുന്നില്ല. നൈസ്, അടിപൊളി സാധനം. ഓക്കെ, അടുത്ത പ്രൊഡക്റ്റ്, നെക്സ്റ്റ് പ്രൊഡക്റ്റ് മെബിലൈൻ്റെ, ഇത് മൊത്തം പൊടിയാണല്ലോടാ. മെബിലൈൻ്റെ ഇത് ആക്ച്വലി ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മസ്കാരയാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി മസ്കാര ആവശ്യം ഉണ്ടായിരുന്നു, എൻ്റെ ഉപയോഗിച്ചിട്ട് കുറേ ഡ്രൈ ആയിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മസ്കാര മേടിക്കാം, എന്നെങ്കിൽ പിന്നെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള മസ്കാര മേടിക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ മെബിലൈൻ ന്യൂയോർക്കിൻ്റെ ലാഷ് സെൻസേഷണൽ സ്കൈ ഹൈ ഈ മസ്കാര ഞാൻ വാങ്ങിച്ചു. അത് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്നുണ്ട് മസ്കാര കേട്ടോ. അതിപ്പം തന്നെ നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇത് കണ്ടോ, ഇതിൻ്റെ വോണ്ട് ഫ്ലെക്സിബിൾ വോണ്ടാണ്. അതുപോലെ ഇതിൻ്റെ സ്പൈക്സ് ഉണ്ടല്ലോ, കൊച്ചു സ്പൈക്സാണ് അതിൻ്റെ. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കൊള്ളാം. കാണാൻ പറ്റുന്നത്, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം, നൈസ്. നൈസ് കൊള്ളാം. ഇത് ലാഷിനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കതായിരുന്നു വേണ്ടത് ആക്ച്വലി, ലാഷ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടത്. പിന്നെ എനിക്ക് ആക്ച്വലി വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഐലാഷസ് എൻ്റെ കുറവാണ് പൊതുവേ. എനിക്ക് ഐലാഷസ് ഫോൾ ആവുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ തിൻ ആൻഡ് ഐലാഷസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഐലാഷസിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ഒരു ഓയിൽ വാങ്ങിച്ച് അത് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഐലാഷ് ഗ്രോ ആവുന്നതായിട്ട് ഫീൽ ചെയ്തു. കുറച്ച് തിക്കായിട്ടുണ്ട്, കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് കണ്ണിൻ്റെ താഴത്തെ ആ ഒരു ഇതുണ്ടല്ലോ, ലാഷ്, അത് ലെങ്ത് വെക്കാൻ തുടങ്ങി, ഇച്ചിരി തിക്കുമായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് വർക്കൗട്ട് ആവുന്നുണ്ട്. അത് ഞാൻ 1 മാസം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഏത് പ്രൊഡക്റ്റ്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഞാൻ ഒരു വീഡിയോക്കകത്ത് കാണിച്ചു തരാം. സോ മസ്കാര
ആൻഡ് ദിസ് വൺ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചത്. ഇത് റെനയുടെ തന്നെയാണ്. റെനയുടെ ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് ഇത്. ചായ ടീ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് ആക്ച്വലി എനിക്ക് പെട്ടെന്ന് ഇടയിലൊക്കെ പുറത്ത് പോകണമെങ്കിൽ ഫൗണ്ടേഷൻ തീർന്നു പോയപ്പോൾ ഞാൻ ഒരെണ്ണം മേടിക്കാമെന്ന് പറഞ്ഞു. ഏത് മേടിക്കുമെന്ന് അറിയാതെ ഞാനിങ്ങനെ ഇരിക്കാൻ നേരത്തെ എന്തായാലും പർച്ചേസ് ചെയ്യണമല്ലോ. എനിക്ക് ആക്ച്വലി ഓൺലൈൻ ഷോപ്പിംഗ് ഇഷ്ടം ഓഫ്ലൈനിനെക്കാട്ടിലും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അങ്ങനെ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്കിൻ കളർ ഷെയ്ഡ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര മെനയായിരിക്കും. ഇതാണ് ആ ഷെയ്ഡ്. ഓക്കെ, നൈസ്. ഓക്കെ, ഇതിൻ്റെ ഇവിടെ ഒരു ബ്ലെൻഡറും വരുന്നുണ്ട്, ബ്രഷ്. ഇത് എങ്ങനെ ഉണ്ടോ നോക്കട്ടെ, കയ്യിൽ തന്നെ നോക്കാം. എൻ്റെ എൻ്റെ ഒരു സ്കിൻ ടോൺ അനുസരിച്ച് ഞാൻ വാങ്ങിച്ചത്. ഫേസിലിട്ട് നോക്കാം. വേണ്ട, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഓക്കെ, അതാണിത്. വേറൊരു വീഡിയോ സെപ്പറേറ്റ് എല്ലാത്തിൻ്റെയും കൂടെ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ പെട്ടെന്ന് എവിടെയെങ്കിലും മുമ്പ് ഒരുങ്ങാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് ഉപയോഗിക്കേണ്ടത്, അത് വെച്ചിട്ടൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇത് ഓസോൺ പ്രൊഡക്റ്റിൻ്റെ ഡിറ്റാൻ സ്ക്രബ്. ഇത്ര വലിയ ട്യൂബായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കൊള്ളാം. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ് കേട്ടോ. എൻ്റെ റിവ്യൂസ് നല്ലതായിരുന്നു. പിന്നെ ഇപ്പം കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുമ്പം ഒത്തിരി ടാൻ ആവുന്നുണ്ട്. ഇവിടെ മഴയാണെങ്കിലും ഇടയ്ക്ക് വെയിലുണ്ട്. ഉച്ചയ്ക്ക് വിളിക്കാൻ പോകുമ്പം കൈ മൊത്തം ടാനായി. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ല, ഇതുണ്ടോ? ഇത് ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ ഇവിടെ വാച്ച് ഇട്ടതിൻ്റെ വൈറ്റ് കളറുണ്ട്, ബാക്കി മൊത്തം ടാനായിരിക്കും. രണ്ട് കളറാണ്. ഇതിനകത്ത് കാണാൻ പറ്റും. ചെറുതായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ ഇത്ര ചെറുതായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നറിയില്ല. ഇതാണ് സ്ക്രബ്. ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ റിവ്യൂ പറയാം. നെക്സ്റ്റ് വേറൊരു വീഡിയോ ഇടാം ഞാൻ. ഓക്കെ, എനിക്ക് മെയിൻ വേണ്ടൊരു സംഭവമായിരുന്നത് ഇത് ബോഡി വൈസിൻ്റെ 1% സാലിസിലിക് ആസിഡ് ബോഡി വാഷ്. ഈ ബാക്ക് ആക്നെ, ഇങ്ങനെ സ്ട്രോബെറി സ്കിൻ, അങ്ങനെ സ്കിൻ ഇഷ്യൂസ്, ഈ സ്കിന്നിൽ ബംസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഈ സാലിസിലിക് ആസിഡിൻ്റെ ഈ ബോഡി വാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ ബെസ്റ്റായിരിക്കും. ഫസ്റ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏതിൻ്റെ ഡെർമാക്കോടെ ആയിരുന്നു ഫസ്റ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് സൂപ്പർ സാധനം കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് ആക്നെയൊക്കെ ബെസ്റ്റാണത്. നമ്മുടെ ഇവിടെയും ഈ ബാക്കിലൊക്കെ ആക്നീസ് വരും. എനിക്കതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് എൻ്റെ കയ്യിലിരുന്ന് തീർന്നപ്പം ഞാൻ വിചാരിച്ചു വേറൊരു ബ്രാൻഡിൻ്റെ വാങ്ങിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നോക്കിയതാണിത്. വാങ്ങിച്ചതാണിത്. അപ്പം ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക് ആക്നെ ഉള്ളവർക്ക് അതിൻ്റെ ഒരു സ്പ്രേയും കിട്ടും. ഡെർമറ്റോളജി ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നൊരു സ്പ്രേ ആണ് അത്. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാം. അതും ഒരു വേറെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാം. എല്ലാം കൂടെ ഇതിനകത്ത് പറ്റത്തില്ലല്ലോ, ഒരു അൺബോക്സിങ് വീഡിയോ അല്ലേ. എൻ്റെ കുട്ടികൾക്ക് അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലോങ് വീഡിയോ ആയിപ്പോവും. സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇത് വന്നിട്ട് ആക്ച്വലി ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഒരു ഹെയർ മാസ്ക് ആണ്. ഇത് ഒനിയൻ, ബ്ലാക്ക് സീഡ്സ് ഓയിൽ ആൻഡ് പാച്ചോലി. ഓക്കെ, എനിക്കത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അത് ഞാൻ കേൾക്കാത്തൊരു പേരാണ്. ആക്ച്വലി ഇതെന്തായാലും ഒരു ഹെയർ മാസ്ക് ആണ്. ഹെയർ ഫോളിൻ്റെ ഒനിയൻ്റെ ഹെയർ മാസ്ക് ആണ് കേട്ടോ. എൻ്റെ ഹെയർ മാസ്കൊക്കെ തീർന്നു പോയി. എപ്പോഴും തീർന്നു എന്ന് പറയുന്നില്ല. തീർന്നു പോയപ്പോൾ എല്ലാം ഞാൻ വാങ്ങിച്ചതാണ്, റീഫിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. റീഫില്ലല്ല, ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പം ഇതാണത്. ഇത് പുതിയ സാധനം. ഇത് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇതിൻ്റെ പ്രൊഡക്റ്റ് മേടിക്കുന്നത്. ഇത് ആക്ച്വലി അത്യാവശ്യം ഇച്ചിരി വൈറലായിട്ട് നിൽക്കുന്ന പ്രൊഡക്ട്സാണ്. ഇവരുടെയൊക്കെ നല്ല പ്രൊഡക്റ്റാണെന്ന് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് കേട്ടോ. സോ ഇതും ഞാൻ ഉപയോഗിച്ചിട്ട് പറയാം. ഇനി ഫൈനൽ അവസാനത്തെ പ്രൊഡക്റ്റാണ്. ഇതും അത്യാവശ്യം ഇച്ചിരി ഹൈപ്പൊക്കെ നിൽക്കുന്ന പ്രൊഡക്റ്റാണ്. ഇതും റെനയുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. ഇത് ബോളിവുഡ് ഫിൽറ്റർ, അതാണ് ഈ പ്രൊഡക്റ്റ്.
ഇത് ആക്ച്വലി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് സെൽഫ് യൂസിനും പറ്റും. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ സെൽഫ് യൂസിനും ഇത് പറ്റും. ഇത് ഫിൽറ്ററാണ് കേട്ടോ, നമ്മുടെ പ്രൈമറിനൊക്കെ പകരം. ഓ വാവ്, നല്ല മണം. ഇത് ഈ ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ. ഇത് ഫേസിലൊക്കെ ഇട്ട് കഴിയുമ്പം ഫിൽറ്റർ പോലെ ഫിൽറ്റർ പോലെ ആവും. പിന്നെ നമ്മൾ ബേസൊക്കെ ഇടുമ്പോൾ നല്ല ഫ്ലോലെസ് ബേസ് ആയിട്ടൊക്കെ വരും. അപ്പം ഇത്രയേ ഉള്ളൂ പ്രൊഡക്ട്സ്. അൺബോക്സിങ് പ്രൊഡക്ട്സ് കഴിഞ്ഞു, തീർന്നു. ഓക്കെ, ഇനി ഇപ്പം ഞാൻ വാങ്ങിച്ച പ്രൊഡക്റ്റ് എത്ര? 1 2 3 4 5 6 7 8 9 തന്നെ ഉള്ളായിരുന്നു. ആക്ച്വലി എനിക്ക് ഇനിയും കുറച്ച് പ്രൊഡക്ട്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓൾറെഡി ഇനിയും നൈക്കയുടെ സെയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മേടിക്കാമെങ്കിൽ പ്രൈസ് ഡ്രോപ്പ് ആവും. അപ്പം മേടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ഈ വാങ്ങിച്ച പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, നൈക്കയ്ക്കൊന്ന് വാങ്ങിക്കാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇനിയും ഇങ്ങനത്തെ ഞാൻ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യും, അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനായിട്ട് സബ്സ്ക്രൈബിൻ്റെ അവിടുത്തെ ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. സോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.